പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് പാർലമെന്റിലകത്ത് വെച്ച് അതിനെ തള്ളിപ്പറഞ്ഞ ആളാണ് പി ചിദംബരം. ഇതെങ്ങനെ നടപ്പിലാവും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അദ്ദേഹം അന്ന് മോഡി പറഞ്ഞതിനെ കളിയാക്കിയിരുന്നു. മത്സ്യം വാങ്ങാൻ പോകുന്ന ആളുകൾ ATM കാർഡുമായിട്ടാണോ പോവുക എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അത് വളരെ ശക്തമായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ, ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് UPIയുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 64.5 കോടി ഇടപാടുകളാണ് പ്രതിദിനം ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ തന്നെ ആഗസ്റ്റ് മാസം 2000 കോടി ഇടപാടുകളാണ് നടന്നത്. ആഗസ്റ്റ് മാസത്തിൽ 2-ാം തീയതിയാണ് ഏറ്റവും അധികം ട്രാൻസാക്ഷൻ നടന്നത്. 70 കോടി ട്രാൻസാക്ഷൻ ആണ് ആഗസ്റ്റ് മാസത്തിൽ നടന്നത്. അതേപോലെ തന്നെ നിത്യേന നടക്കുന്ന ശരാശരി ഒരു ദിവസം നടക്കുന്ന ഇടപാടുകൾ 80,177 കോടി രൂപയുടെ ഇടപാടുകളാണ് UPI വഴി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം.